എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ഓഫിൻ്റെ ട്രെൻഡ് എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. നമുക്കിപ്പോഴത്തെ റിസൾട്ട്സ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് VFA, അതുപോലെ തന്നെ അഗ്രോ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജൂനിയർ അസിസ്റ്റൻറ്റും വന്നിട്ടുണ്ട്. അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വൂപ്പിംഗ് ആയിട്ടൊരു കട്ട് ഓഫാണ്, വലിയ കട്ട് ഓഫാണ്. 99.6 കട്ട് ഓഫ്. അപ്പോൾ ഇനിയുള്ള എക്സാംസിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് അനലൈസ് ചെയ്യാം. നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ വന്ന ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്രോക്സിമേറ്റ്ലി 70 മാർക്ക് തന്നെയാണ്, 69.8 എന്ന് പറഞ്ഞാൽ 70 മാർക്ക് തന്നെയാണ് കട്ട് ഓഫായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മറ്റ് ജില്ലകളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് കുറവ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒരു അപ്സെറ്റ് ഇല്ലെങ്കിൽ ഉണ്ടാവും. ഒരു +5 എക്സ്പെക്റ്റ് ചെയ്യണം വലിയ ജില്ലകളിൽ. ചെറിയ ജില്ലകളുടെ കാര്യത്തിൽ കുറവുണ്ടാവും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അതുകൊണ്ട് ചെറിയ ജില്ലകളെ സംബന്ധിച്ച് വ്യത്യാസം വരുമോ എന്നറിയില്ല. പക്ഷേ വലിയ ജില്ലകളിൽ പൊതുവേ വേക്കൻസീസ് അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിലും വലിയ കട്ട് ഓഫ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്, കൂടുതൽ കട്ട് ഓഫ്. അടുത്ത റിസൾട്ട് വന്നത് അഗ്രോ ഇൻഡസ്ട്രീസിൻ്റെ ജൂനിയർ അസിസ്റ്റൻ്റാണ്. കട്ട് ഓഫ് 99.6 ആയിരുന്നു. അത് വലിയ കട്ട് ഓഫാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്രയധികം ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി ഫിറ്റായിട്ട് പഠിക്കുന്നവരും അതുപോലെ തന്നെ നമ്മളെക്കാളും അല്ലെങ്കിൽ ഒരുപാട് പേര് നന്നായി പഠിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ ടഫാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പുതുക്കിയ സിലബസും പുതിയ രീതിയിലുള്ള പാറ്റേൺ ചോദ്യങ്ങൾ വന്നിട്ട് പോലും 99.6 കട്ട് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതിപ്പോൾ ഈ ഏകദേശം 500 പേരോളം എടുത്തിട്ടുണ്ടാവണമെന്നാണ് ഞാൻ ആ ലിസ്റ്റിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ ചലഞ്ചാണ് മുമ്പോട്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പിക്കാം, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫോർവേഡ് ട്രെൻഡിലാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കണം, മുമ്പോട്ട് തന്നെ ആയിരിക്കണം. അതായത് ഇപ്പോൾ 69.8 എന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫ് ഒരു ബേസ് ആക്കിയെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അടുത്ത വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നന്നായി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് ഓഫ് സ്റ്റഡീസ് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസിൻ്റെ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക. എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും ഇങ്ങനെയുള്ള ഒരു വൈകിയ വേളയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ എവരിബഡി.